പരിശുദ്ധ റമദാനിൽ നോമ്പ് പിടിക്കുന്ന സഹോദരങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ റമദാൻ എപ്പോഴും, അതായത് നമ്മുടെ നോമ്പ് എപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ള ഒരു പേടിയോ ഭയമോ ആർക്കും ആവശ്യമില്ല. കാരണം റമദാനിൽ ഫാസ്റ്റിംഗ് എപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യുന്നതേ ഉള്ളൂ. അത് ഒരിക്കലും ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ഒരിക്കലും ഫാസ്റ്റിംഗ് അല്ല. നേരെ മറിച്ച് ഫാസ്റ്റിങ്ങിൽ നമ്മൾ കഴിക്കുന്നതും നമ്മൾ പിന്തുടരുന്നതുമായ ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഫുഡ് ഹാബിറ്റ്സ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിൽ നമ്മൾ കഴിക്കരുത്. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വളരെ നോമ്പ് തുറക്കുമ്പോഴും, അതായത് ഇഫ്താർ സമയത്തും നമ്മളുടെ സുഹൂർ സമയത്തും നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഡിസൈഡിങ് ആരോഗ്യം റമദാനിൽ എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ഫാസ്റ്റിംഗ് അല്ല, ഉപവാസമല്ല, നേരെ മറിച്ച് നമ്മളുടെ ഭക്ഷണമാണ്. കഴിയുന്നതും നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെള്ളവും ധാരാളമായിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഈ ഇഫ്താർ സമയത്തും കഴിയുന്നതും നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫാറ്റ് അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് അധികം ഗുണം ചെയ്യില്ല. നേരെ മറിച്ച് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള ജ്യൂസുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ധാരാളം വെള്ളം എന്നിവ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഡേറ്റ്സ്. വളരെ നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ്. കാരണം അതിനകത്ത് ഒരുപാട് എനർജിയും ഷുഗറും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളതാണ്. പാല് ചേർത്ത ആഹാരങ്ങളും നമ്മൾ അതിൽ ഉപയോഗിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. ഫ്രൂട്ട്സ് ജ്യൂസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. സുഹൂറിന് തന്നെയും നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. വളരെ ചെറിയ രീതിയിലുള്ള ടിപ്സുകളെ ഞാൻ പറയുന്നുള്ളൂ. രണ്ടാമത്, നമ്മൾക്ക് രോഗികളായിട്ടുള്ളവർ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത് ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം തന്നെ. രണ്ടാമത്, നമ്മൾ ഒരിക്കലും നമ്മളുടെ മരുന്നുകൾ നിർത്തിക്കളയരുത്. ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷറും അതുപോലെ ഡയബറ്റീസ്, അതായത് പ്രമേഹ രോഗികൾ, ആസ്മ രോഗികൾ, ഇവരൊന്നും നോമ്പ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഡോസേജ് മരുന്നുകൾ തീരെ അപ്പാടെ ഉപയോഗിക്കാതിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, റമദാൻ തുടങ്ങുന്ന ഒരാഴ്ച മുമ്പ് പോയിട്ട് നമ്മളുടെ ഫാസ്റ്റിംഗ് അവേഴ്സിൻ്റെയും നമ്മുടെ മരുന്നിൻ്റെയും ഡോസേജ് കണക്കാക്കി സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഇന്ന മരുന്ന് ഞങ്ങൾ കഴിക്കുന്നുണ്ട്, അതിന് എന്തെല്ലാം ഡോസേജിൽ നമ്മൾ മാറ്റം വരുത്തണം എന്നുള്ളത് ശ്രദ്ധിച്ച് നമ്മൾ അതിനനുസരിച്ച് അത് കഴിക്കുകയും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും ഷുഗറും നമ്മൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കാരണം ഷുഗർ കൂടുന്നതിനേക്കാൾ നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് ഷുഗർ കുറയുന്ന സ്റ്റേറ്റാണ്. അതായത് ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള അവസ്ഥയിലാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ തന്നെത്താൻ നമ്മുടെ ഡോസേജും നമ്മളുടെ ഭക്ഷണക്രമങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാതെ നിങ്ങളെ സ്ഥിരമായിട്ട് നോക്കുന്ന ഫിസിഷ്യൻസ് ആരോ അവരുടെ അടുത്ത് പോയി ഇത് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല, അത് മോണിറ്റർ ചെയ്യുകയും കൂടെ വേണം. അത് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സ്ട്രെസ്സുകൾ കുറയ്ക്കുക. അത് നമ്മൾ അത് നമ്മളുടെ ഒരു സ്ട്രെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഉപവാസത്തിനും അതുപോലെ നമ്മൾ നിലവിലിരിക്കുന്ന രോഗങ്ങൾക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഉദാഹരണത്തിന്, നമ്മൾക്ക് ശരിക്കുള്ള സമയത്ത് ഉറക്കം കിട്ടാതിരിക്കുക, കറക്റ്റ് സമയത്ത് നമ്മൾ നമ്മുടെ ഇഫ്താറും സുഹൂറും കഴിക്കാതിരിക്കുക, രാത്രി ഒരുപാട് നേരം നമ്മൾ ഉറക്കം കളയുക, രാവിലെ വീണ്ടും ജോലിക്ക് വരിക, ഇതെല്ലാം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. ആ സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. റമദാനിൽ നമ്മൾ എപ്പോഴും നല്ല മനസ്സോടെ, ആരോഗ്യമുള്ള മനസ്സോടെ
നോമ്പെടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മൾക്ക് നല്ല ആരോഗ്യവും നല്ല ഗുണവും ഫാസ്റ്റിംഗ് കൊണ്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നാലാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, റമദാൻ മാസത്തിൽ നമ്മൾ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് അവോയ്ഡ് ചെയ്യുമല്ലോ. അത് കാലാകാലത്തേക്കായിട്ട് അത് നിർത്താൻ അത് നമ്മൾക്കൊരു പ്രചോദനം ഉണ്ടാകണം. കാരണം ഒരു മാസം പുകവലിക്കാതെയും ആൽക്കഹോൾ ഉപയോഗിക്കുകയും നടക്കുന്ന ഏതൊരു മനുഷ്യനും അത് കണ്ടിന്യൂ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഈ സ്മോക്കിംഗ് കാരണം നമ്മൾ ഡീഹൈഡ്രേഷൻ, അതായത് വെള്ളം കുടിക്കാൻ ഫാസ്റ്റിംഗ് ഉള്ള സമയത്ത് നമ്മൾക്ക് ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇഫ്താർ കഴിഞ്ഞ ഉടനെ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഈ നിക്കോട്ടിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് കൂടുതലുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണത്. ഒന്നാമത് നമ്മൾ ഫാസ്റ്റിംഗ് നമ്മളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യണം. രണ്ടാമത് നമ്മളുടെ മരുന്ന് മുടക്കരുത്. മൂന്നാമത് നമ്മൾ ബോഡിക്ക് അധികം സ്ട്രെസ് കൊടുക്കരുത്. നാലാമത് നമ്മളുടെ നല്ലതല്ലാത്ത സ്വഭാവങ്ങൾ നിർത്തേണ്ട ഒരു കാലമായിട്ട് നമ്മൾ റമദാനെ കണ്ടെടുക്കുക.